സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തക കൂട്ടായ്മയായ ചെറുവത്തൂർ പ്രസ് ക്ലബ്ബ് മാധ്യമപ്രവർത്തകർക്കൊപ്പം ഓണാഘോഷ ഭാഗമായി ചെറുവത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ചെറുവത്തൂരിൽ നടന്ന ഓണാഘോഷവും ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനവും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ നിർവഹിച്ചു. നേരത്തെ ഒന്നും ഈ അത്തമ്പത്തോളം നമ്മളാക്കുന്നില്ല. ഇപ്പൊ ഏതാണ്ട് അങ്ങനെ തുടങ്ങി. ഇപ്പൊ 10 ദിവസമായിട്ട് തുടങ്ങി. പല സ്ഥലത്തും ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ, അതുപോലെ ആഘോഷ പരിപാടികൾ, ഓണസദ്യ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ കുറേ ദിവസങ്ങളായിട്ട് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. വലിയ ചെലവേറ്റെടുത്തുകൊണ്ടുള്ള വള്ളംകളി മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലും ഈ അടുത്ത കാലത്തായി വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ആഘോഷ പരിപാടികൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യ മാത്രമല്ല സാർവദേശീയമായി തന്നെ വേണമെങ്കിൽ ഓണാഘോഷത്തെ കുറിച്ച് പറയാം. ഓണാഘോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഓണാഘോഷം, കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്. സ്വാഭാവിക മലയാളികളിലെല്ലാം ഓണാഘോഷം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഒരു ഉത്സവ നിലയിൽ ഓണത്തിന് ആ രീതിയിലെ പ്രത്യേകത പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ്. വലിയ രീതിയിൽ നമുക്കറിയുമ്പോൾ വനമാലത്തെ ക്ലബിന്റെ ഭാഗമായിട്ട് പല സംഘടന, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ തന്നെ ഓണാഘോഷ പരിപാടികൾ നല്ല വിജയകരമായിട്ട് നടത്തുന്ന അവസ്ഥയിൽ അതിന് വ്യത്യസ്തമായൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത്. ആഘോഷ പരിപാടികൾക്കൊപ്പം തന്നെ ഓണം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 1075 ജനകീയ പഞ്ചായത്ത് പാലിയേറ്റീവ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു 77ഓളം കുടുംബങ്ങൾ നമ്മുടെ പാലിയേറ്റീവ് രോഗികളായിട്ട്, കിടപ്പ് രോഗികളായിട്ടേറ്റവും പ്രയാസം അനുഭവിക്കുന്ന ചെറുവത്തൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദിജേഷ് പട്ടോട്, ജോയിന്റ് സെക്രട്ടറി പ്രസന്നൻ കാരിയിൽ, ട്രഷറർ രജീഷ് കുളങ്ങര, ഉർമിസ് തൃക്കരിപ്പൂർ, ബാലചന്ദ്രൻ എരവിൽ, ജാബിർ ഹുദവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചെറുവത്തൂർ പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ അർഹരായവരുടെ വീടുകളിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.